എന്നാൽ നമുക്കൊരു യാത്ര പോയാലോ? എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വെളുപ്പിന് 2:10 പുറപ്പെടുന്ന പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ മഹാരാഷ്ട്രയിലെ രാജ്കട്ട് ഫോർട്ടിലേക്കാണ് ഈ യാത്ര. നേരം വെളുത്തപ്പോൾ തന്നെ വിശന്നു തുടങ്ങി. ഡോർ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ആപ്പിളും കഴിച്ച് ഞാൻ യാത്ര തുടരുകയാണ്. ഇവരാണ് ഈ യാത്ര സമ്മാനിച്ച സൗഹൃദങ്ങൾ. ഇവളാണ് വരലക്ഷ്മി. ഇത് നമ്മുടെ സ്വന്തം ആളാണ് കേട്ടോ. 28ഓളം തുരങ്കങ്ങളുള്ള ബോർഗഡ് പാതയിലൂടെയാണ് നമ്മുടെ യാത്ര. കണ്ടാല സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടു. 10:30 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ പൂനെയിലെത്തി. സ്റ്റേഷൻ തന്നെ ഫ്രഷായി ഞാൻ ഇറങ്ങി. ഇവിടുന്ന് ആദ്യം പോകേണ്ടത് സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്ന് അടുത്ത ബസ് കയറി ചേലാടി വില്ലേജിലേക്ക്. ഇവിടെ നിന്ന് ഏകദേശം 38 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ രാജ്കട്ട് ഫോർട്ടിലേക്ക്. ഇനി ഇവിടെ നിന്ന് പോകേണ്ടത് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ബേസ് വില്ലേജായ പാലിയിലേക്കാണ്. ഭാഗ്യത്തിനൊരു ലിഫ്റ്റ് കിട്ടി. ഇവനും നമ്മുടെ ട്രക്കിംഗ് സ്പോട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളിലെ കാഴ്ചയെ കണ്ട് പോവാണ്. രാജ്കട്ടിൻ്റെ ലോങ് വ്യൂ. അങ്ങനെ വൈകുന്നേരം 4:30 ആയപ്പോഴേക്കും നമ്മൾ ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പായിട്ടുള്ള പാലി വില്ലേജിലെത്തി. ആദ്യത്തെ കുറച്ച് സമയം വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും പിന്നീട് അത്യാവശ്യം പാടായിട്ട് തോന്നി. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കച്ചവടക്കാരാണ് നമുക്ക് ആകെ ആശ്വാസം. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയത്. ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് നല്ലൊരു സൺസെറ്റും കിട്ടി. ഫൈനലി നമ്മുടെ രാജ്കട്ട് ഫോർട്ടിലേക്കുള്ള എൻട്രി പോയിന്റായ പാലി ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഛത്രപതി ശിവജി മഹാരാജ് 25 വർഷത്തോളം താമസിച്ച കോട്ടയാണിത്. മാത്രമല്ല മറാത്ത സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാന നഗരവും ഇതുതന്നെയാണ്. പത്മാവതി മാച്ചി, സുവേഖ മാച്ചി, സഞ്ജീവനി മാച്ചി ഇവയൊക്കെയാണ് ഈ കോട്ടയുടെ പ്രധാന ഭാഗങ്ങൾ. പത്മാവതി ദേവി മന്ദിറിലായിരുന്നു രാത്രി താമസിച്ചത്. അടുത്ത ദിവസത്തെ സൺറൈസ് ട്രക്കിംഗ് സഞ്ജീവനി മാച്ചിയിലേക്കായിരുന്നു. ഇതുവഴിയുള്ള ട്രക്കിംഗ് അല്പം റിസ്കി ആണെങ്കിലും കുറച്ചധിക ദൂരം നടന്ന് ഈ ചെറിയ കവാടവും കടന്ന് നമ്മളെത്തുന്നത് ഭൂമിയിലെ സ്വർഗ്ഗതുല്യമായ ഒരു കാഴ്ചയിലേക്കാണ്. ജീവിതത്തിൽ ഇന്നുവരെ കാണാത്തത്ര മനോഹരമായൊരു സൂര്യോദയം കണ്ട സന്തോഷത്തിലാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ കാഴ്ചകളെന്ന എക്സൈറ്റ്മെൻറ്റ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ ഭൂമിയിലെ ഈ സ്വർഗ്ഗത്തോട് യാത്ര പറഞ്ഞ് ഞാൻ മടങ്ങുകയാണ്. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം.